നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. UAE-യിൽ 1614 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 6000 പേർ സുഖം പ്രാപിച്ചപ്പോൾ 2 പുതിയ കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ 1,77,688 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 5,39,138 പേർക്ക് ഇതുവരെ UAE-യിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 5,19,405 പേർ സുഖം പ്രാപിച്ചു. സൗദി അറേബ്യയിൽ കോവിഡ് മുക്തരാകുന്നവരുടെ പ്രതിദിന കണക്ക് ഒരു മാസത്തിനിടെയുള്ള ഏറ്റവും ഉയർന്ന നിരക്കിൽ 1286 കോവിഡ് രോഗികളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സുഖം പ്രാപിച്ചത്. 999 പേർക്ക് പുതുതായി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. 13 പേർ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ മരിച്ചു. രാജ്യത്ത് ഇതുവരെ 4,28,369 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ 4,12,102 പേർ സുഖം പ്രാപിച്ചു. ആകെ മരണസംഖ്യ 7,098 ആയി. രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി 9,169 പേരാണ് ചികിത്സയിലുള്ളത്. ഇവരിൽ 1,358 പേരുടെ നില ഗുരുതരമാണ്. ഖത്തറിൽ വീണ്ടും COVID-19 രോഗികൾ കുറഞ്ഞു. ഇന്നലെ 343 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 242 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. 101 പേർ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവരാണ്. 994 പേർക്ക് ഇന്നലെ രോഗമുക്തിയുണ്ടായി. ചികിത്സയിലായിരുന്ന 4 പേർ കൂടി ഇന്നലെ മരിച്ചു. 33, 49, 70, 73 പ്രായമുള്ളവരാണ് മരിച്ചതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ ആകെ മരണം 516 ആയി. മാസപ്പിറവി ദൃശ്യമാവാത്തതിനെ തുടർന്ന് വിവിധ ഗൾഫ് രാജ്യങ്ങളിലും ചെറിയ പെരുന്നാൾ വ്യാഴാഴ്ചയായിരിക്കും. മാസപ്പിറവി കാണാത്തതിനാൽ റമദാനിൽ 30 ദിവസം പൂർത്തിയാക്കി വ്യാഴാഴ്ച ചെറിയ പെരുന്നാളായിരിക്കുമെന്ന് UAE-യിലെയും സൗദി അറേബ്യയിലെയും ഖത്തറിലെയും കുവൈറ്റിലെയും മാസപ്പിറവി നിരീക്ഷണ സമിതികൾ വ്യക്തമാക്കി. ഇതേസമയം മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരു ദിവസം വൈകി റമദാൻ വ്രതം ആരംഭിച്ച ഒമാനിൽ നാളെയാണ് മാസപ്പിറവി നിരീക്ഷണ സമിതി യോഗം ചേരുന്നത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് സൗദി അറേബ്യ കഴിഞ്ഞ വർഷം മാർച്ച് 15-ന് ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര യാത്രാവിലക്ക് മെയ് 17-ന് നീക്കും. മെയ് 17-ന് പുലർച്ചെ 1 മണി മുതൽ വിമാന സർവീസുകൾ പൂർണ്ണമായും ആരംഭിക്കാൻ കഴിയുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. മുഴുവൻ വാക്സിൻ ഡോസ് എടുത്തവർക്കും 1 ഡോസ് എടുത്ത് 14 ദിവസം കഴിഞ്ഞവർക്കും കോവിഡ് ബാധിച്ച് സുഖം പ്രാപിച്ച 6 മാസം കഴിഞ്ഞവർക്കുമാണ് യാത്രയ്ക്ക് അനുമതി ഉണ്ടാകുക. തവക്കൽന ആപ്ലിക്കേഷനിലൂടെയാകും തീയതി പരിശോധിക്കുക. നേപ്പാൾ വഴി യാത്ര ചെയ്യുന്ന സൗദി പ്രവാസികൾക്ക് വീണ്ടും തിരിച്ചടി. അന്താരാഷ്ട്ര വിമാനയാത്രാ വിലക്ക് നേപ്പാൾ മെയ് 31 വരെ നീട്ടി. 5000-ഓളം പേരാണ് കാഠ്മണ്ഡുവിൽ കുടുങ്ങിയത്. കോവിഡ് വ്യാപനം ശക്തമായ സാഹചര്യത്തിലാണ് ഈ മാസം 6-ാം തീയതി മുതൽ നിലവിൽ വന്ന വിമാനയാത്രാ വിലക്ക് ഈ മാസം അവസാനം വരെ ദീർഘിപ്പിച്ചത്. സൗദി അറേബ്യയിലേക്ക് പോകാനെത്തിയ 5000-ഓളം പ്രവാസികളാണ് ഇതോടെ ദുരിതത്തിലായത്. നേപ്പാളിൽ 15 ദിവസം താമസിച്ച് കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷമാണ് പ്രവാസികൾ സൗദിയിലേക്ക് പോകുന്നത്. പാക്കേജിന്റെ കാലാവധി കഴിഞ്ഞതിനാൽ താമസത്തിനും ഭക്ഷണത്തിനും അധികം പണം നൽകേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. കുവൈറ്റിൽ സ്വദേശികളെയും പ്രവാസികളെയും മറവു ചെയ്യുന്നതിന് പ്രത്യേക ശ്മശാനങ്ങൾ സജ്ജീകരിച്ച് കുവൈറ്റ് മുനിസിപ്പാലിറ്റി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മരണസംഖ്യ വർദ്ധിച്ചു വന്ന സാഹചര്യത്തിൽ തിരക്ക് കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ശ്മശാനങ്ങൾ വെവ്വേറെയാക്കിയത്. സുലൈബി ഖാത്തിലുള്ള നിലവിലുള്ള പൊതുശ്മശാനം സ്വദേശികൾക്ക് മാത്രമാക്കിയിരിക്കുകയാണ് മുനിസിപ്പാലിറ്റി. വരും ദിവസങ്ങളിൽ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയേറുന്നതായി ഒമാൻ സിവിൽ ഏവിയേഷൻ സമിതി അറിയിച്ചു. ഇതുമൂലം അടുത്ത 48 മണിക്കൂറിനകം അറബിക്കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും കടലിൽ ശക്തമായ കാറ്റടിക്കാനും മോശം കാലാവസ്ഥ രൂപപ്പെടാനും സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ വിഭാഗത്തിന്റെ അറിയിപ്പിൽ പറയുന്നു. വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്ന ന്യൂനമർദ്ദം മെയ് 16-ഓടെ ഈ വർഷത്തെ ആദ്യത്തെ ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നത്. UAE-യിൽ കോവിഡ് മുൻകരുതലിന്റെ ഭാഗമായി സർക്കാർ സ്ഥാപനങ്ങൾക്ക് പ്രഖ്യാപിച്ച വർക്ക് ഫ്രം ഹോം സംവിധാനം അവസാനിപ്പിച്ചു. ഫെഡറൽ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നൽകി വന്നിരുന്ന ഇളവുകളെല്ലാം പിൻവലിച്ചതായി ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് അധികൃതർ അറിയിച്ചു. പെരുന്നാൾ അവധി കഴിഞ്ഞു ഓഫീസുകൾ പ്രവർത്തനം പുനരാരംഭിക്കുന്ന ഈ മാസം 16 മുതൽ സർക്കാർ ഓഫീസുകളിലെ മുഴുവൻ പേരും നേരിട്ട് ജോലിക്ക് ഹാജരാവണം. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകണം ഓഫീസുകളിൽ ഹാജരാകേണ്ടത്. അതേസമയം ഓൺലൈനിൽ പഠനം തുടരുന്ന കുട്ടികളുടെ അമ്മമാർ ഓഫീസിലേക്ക് വരേണ്ടതില്ല. ഈ വിദ്യാഭ്യാസ വർഷം അവസാനിക്കും വരെ അവർക്ക് വർക്ക് ഫ്രം ഹോം രീതിയിൽ തുടരാം. ഖത്തറിൽ വാക്സിനേഷൻ ക്യാമ്പയിൻ സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടതായി ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം. ഖത്തറിൽ ചുരുങ്ങിയത് 1 ഡോസ് വാക്സിനെങ്കിലും എടുത്തവരുടെ എണ്ണം ജനസംഖ്യയുടെ പകുതി കടന്നതായി മന്ത്രാലയം അറിയിച്ചു. ഖത്തറിൽ ദേശീയ വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചതു മുതൽ ഇതുവരെയായി 18,76,178 ഡോസുകളാണ് വിതരണം ചെയ്തത്.
11,37,743 പേർക്ക് 1 ഡോസും 7,38,335 പേർക്ക് 2 ഡോസും വാക്സിൻ നൽകി. ജനസംഖ്യയുടെ 32.7% പേർക്കും 2 ഡോസ് വാക്സിൻ ലഭിച്ചു കഴിഞ്ഞതായും മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.